ഇതാണ് എനിക്ക് PR വേണ്ടിയിട്ട് കിട്ടിയത്. 30 രൂപ 3 ചായ. BJPയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം MLA സ്വന്തം ജാതിക്കാരെ മാത്രമേ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഒരു മോശപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഒരു ദിവസം 50 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഏക ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. ഇന്നൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വന്നു, ഇനിയിപ്പോൾ അടുത്ത മന്ത്രിമാർ വരും. എല്ലാവരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ചാനലുകാരുടെ നെട്ടോട്ടമാണ്. മുഖ്യമന്ത്രി എന്താണ് കഴിക്കുന്നത്, കുടിക്കുന്നത്, തിന്നുന്നത്, ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഓരോരോ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടേ ഇവിടെയൊക്കെ മത്സരിച്ച് തോറ്റ ആൾക്കാരില്ലേ, ഞാനൊരു തോറ്റ MLA ആണ്. അപ്പോൾ തോറ്റ MLA-മാരുമായിട്ടൊരു അഭിമുഖം. ഈ അഭിമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുമായിട്ടുള്ളൊരു ചാറ്റ് ആൻഡ് എടാ എനിക്ക് പറ്റില്ല, നീ ഫ്രണ്ടി വാ. അതായത് അവരുമായിട്ട് നമ്മൾ ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അത് തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് എൻ്റെ മണ്ഡലത്തിൽ നിന്നാണെന്ന് തോന്നിയിട്ട് ഞാൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ സാരഥിയായിരുന്ന പരാജയപ്പെട്ടു പോയ ശ്രീ ആൻസലൻ MLA കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ നാട്ടിലെ MLA ആയിരുന്നു. ഒരുപാട് പേര് ഈ ഇലക്ഷൻ ടൈമിൽ എന്നെ പറ്റിയിട്ടുള്ളൊരു പരാതിയായിരുന്നു, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ PR ആണെന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ നിർബന്ധപൂർവ്വം ഒരു വീഡിയോ പോലും ചെയ്യാത്തത് ആൻസലൻ സഖാവിന് വേണ്ടിയിട്ടാണ്. ഈ ആൻസലൻ സഖാവ്, ആൻസലൻ MLA എന്നൊരു വിളി നമുക്കിവിടെ കയറ്റാൻ പറ്റത്തില്ല. എല്ലാവരും ആൻസല അണ്ണ എന്നാണ് വിളിക്കുന്നത്, അപ്പോൾ ഞാനും അങ്ങനെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ആൻസല അണ്ണന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊന്നും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടില്ലേ എന്ന് എനിക്ക് തോന്നിയത്. അതിലൊന്ന് ഈ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വികസനമാണെന്നുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പിൾ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇവിടെ പണ്ട് ഇങ്ങനെ ഒരു റോഡേ ഇല്ല, ഇതൊരു ചെറിയ വഴിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ ഈ ദോശ കഴിക്കാനായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു വലിയ റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഇതെന്താണ് ആക്ച്വലി, ഇത് എന്തിനാണ് ഇവിടെ ഈ പൊട്ടിപ്പൊളിച്ചിട്ടേക്കുന്നത്? ഇതൊരു 10-30 വർഷത്തെ ആവശ്യമാണ്. ഈ പ്രദേശത്തെ ഇരുമ്പിൽ, മരുവത്തൂര്, രാമേശ്വരം തുടങ്ങി അക്കറ്റോണം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് നെയ്യാറ്റിൻകര ടൗണിലെത്തുന്നതിന് വേണ്ടിയുള്ളൊരു കന്നിപ്പുറം പാലത്തിൻ്റെ ആവശ്യകത വരുന്നത് 30 വർഷത്തെ പാരമ്പര്യമാണ്. അണ്ണൻ്റെ കഴിവുകൊണ്ടാണ് ഈ പാലം വന്നത്, അല്ലെങ്കിൽ വരില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു യാത്രാ സൗകര്യം ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ആറ്റുവെള്ളം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. നടപ്പാതയായിരുന്നു ആദ്യം ആളുകൾ ആവശ്യപ്പെട്ടത്, പക്ഷെ അത് പ്രായോഗികമല്ല. അപ്പം തന്നെ ഒരു പാലത്തിന്റെ പ്രപ്പോസൽ ഒന്നാമതായി സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്നു. മുമ്പ് നമ്മളിവിടെ കടത്തിലാണ് ആൾക്കാർ, കടത്തിലാണ് പോകുന്നത്. അണ്ണൻ തന്നെ കടത്ത് ഞാൻ ഇവിടെ മുമ്പ് വാർഡ് മെമ്പറായിരുന്നപ്പോൾ അണ്ണനാണ് കടത്ത്. അതുവരെ ആർക്കും പൈസ കൊടുത്തു പോകും. കടത്തുണ്ട്, പൈസ കൊടുത്തു പോകും. മറ്റത് ഫ്രീ ആയിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് തോറ്റതിൽ നമുക്ക് ഒരുപാട് പരാതിയുണ്ട്. തോൽവി എന്ന് പറയുന്നത് ഇലക്ഷനിലാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള സ്നേഹമാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിജയം. പാലത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. അപ്പുറത്തെ സൈഡ് അപ്രോച്ച് റോഡിൽ കോടതിയുടെ സ്ഥലം കൂടെ വിട്ടു കിട്ടണം. അപ്പൊ ചില ആളുകൾ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. പാലം വരുന്നത് കോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തും, വലിയ വാഹനങ്ങൾ പോകുന്നത് കോടതിയുടെ സുഖകരമായ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ തടസ്സപ്പെടുത്തി. ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി പിന്നെ മുൻ ജില്ലാ ജഡ്ജിയായിട്ടുള്ള ശ്രീ ബാബു അവരുടെ ചുമതലപ്പെടുത്തി ഇവിടെ ഈ പാലത്തിന്റെ ആവശ്യമുണ്ടെന്ന് പരിശോധിക്കാം. എൻ്റെ കൂടെ ഒപ്പം കൂടിയ വക്കീലന്മാർ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യമില്ല, ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും അദ്ദേഹവുമായിട്ട് ഒരു 3:45 മണിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തന്നെ അനുഭവിച്ചുള്ള കടത്തു വെള്ളത്തിൽ നെയ്യാറ്റിൻകര ടൗൺ LP സ്കൂളിലെ 10-20 വരുന്ന കൊച്ചുമക്കൾ ആ വെള്ളത്തിൽ യാത്ര ചെയ്യുന്ന സ്ഥിതിയാണ് അങ്ങേർക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അനുകൂലമായ റിപ്പോർട്ട് എഴുതി. 1 വർഷം മുന്നേ ഈ കടവിലെന്ന് തൊട്ടടുത്ത കടവിലേക്ക് പോകണമെങ്കിൽ ഉപയോഗിച്ചിരുന്നത് ഈ കടത്തു വെള്ളമാണ്. ആക്ച്വലി കടത്തു വെള്ളം പോലും ഇവിടെ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് MLA-യുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. ചില ആളുകൾ ഇങ്ങനെയാണ്, അവർക്ക് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവർ ചെയ്തതിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ പ്രവർത്തിക്കാനേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് ആൻസലൻ. എനിവേ തോറ്റാലും ജയിച്ചാലും പുള്ളിയോടെ തന്നെ ഉണ്ടാവണം, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം. ഇത് കൂടാതെ 1-2 കാര്യങ്ങൾ. നമ്മുടെ നെയ്യാറ് ഇതിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ മണ്ഡലത്തിൻ്റെ തന്നെ. അപ്പോൾ ഈ വേലിയേറ്റവും സമയത്ത് ഈ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടായിരുന്നു. ഈ വേലിയേറ്റം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടലിൽ നിന്ന് കടൽ വെള്ളം നെയ്യാറിലേക്ക് പകരും. അത് ഏകദേശം നമ്മുടെ പഴയടയ്ക്ക് താഴെ പാഞ്ചിക്കടവ് വരെ വരുന്ന 7-8 കിലോമീറ്റർ ദൂരം ഈ ഉപ്പുരസത്തിൻ്റെ അംശം വരും. അപ്പോൾ അവിടെ കുമളി വാട്ടർ പ്രൊജക്റ്റിന് വെള്ളം എടുക്കുന്ന അവിടെ നിന്നാണ്. ആ സമയത്ത് ജലശുദ്ധീകരണശാല പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ 27 കോടി രൂപ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകമായി അനുവദിച്ചുകൊണ്ട് റെയിൽവേ ബ്ലോക്ക് ബ്രിഡ്ജ് മാവളക്കടവിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ. അപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ്. നെയ്യാറ് നമ്മുടെ
മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്ത് ഒഴുകുകയാണെങ്കിലും ആകെ 50 വർഷത്തിന് മുമ്പ് നെയ്യാറ്റിൻകരയിൽ സ്ഥാപിച്ച 4,20,000 ലിറ്റർ ജലശുദ്ധീകരണ പ്ലാന്റ് മാത്രമേ ഈ 55 വർഷത്തിൻ്റെ ചരിത്രം എടുത്താൽ നെയ്യാറ്റിൻകരയുള്ളൂ. ഞാൻ MLA വന്നതിന് ശേഷം കുമിളി പദ്ധതി 2019 പൂർത്തീകരിച്ചു. 15 ലക്ഷം ലിറ്ററുകളാണ് ഒരു ദിവസം ശുദ്ധീകരിക്കുന്നത്. അതിയന്നൂർ കുടിവെള്ള പദ്ധതി രായ്മുട്ടി നിന്നുള്ളടുത്ത് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പോങ് ജലശുദ്ധീകരണശാല എത്തിച്ച് ഒരു ദിവസം 15 ലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ടൗണിലെ തന്നെ നിലവിൽ 4,20,000 ലിറ്റർ മാറ്റിയിട്ട് 13 ലക്ഷം ലിറ്റർ ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ദ്രുതഗതിയിലാണ്. അതിന് വെല്ലും അതിൻ്റെ പമ്പിംഗ് സ്റ്റേഷനും കൂടെ ഒരു 9 കോടി രൂപ അതിൻ്റെ പ്രവർത്തനം. അതാണ് ഈ കോടതി റോഡെല്ലാം വെട്ടിപ്പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പ് ലൈനിടെ കുറേ പ്രശ്നങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞ 4,20,000 ലിറ്റർ ജലശുദ്ധീകരണശാലയിൽ നിന്ന് ഏകദേശം 68 ലക്ഷം ലിറ്റർ വെള്ളം കൂടെ ജലശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും സഫീഷ്യൻ്റായി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതികൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഗ്രാമങ്ങളാണ്. ഇവർ നേരിടുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് കുടിവെള്ള പ്രശ്നം, 2 അവർക്ക് കണക്ടിവിറ്റി, നഗരങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു ടൗണുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി പ്രശ്നം. ഇത് 2നും പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രൈമറി ആവശ്യമാണ്. നമുക്ക് ഈ പാലം വന്നിട്ടില്ല എങ്കിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ഒരു തുരുത്തായി മാറും. നെയ്യാറ്റിൻകരയ്ക്ക് ഇപ്പുറം ഒരു തുരുത്തും നെയ്യാറ്റിൻകര ടൗൺ മറ്റൊരു തുരുത്തുമായിട്ട് മാറ്റും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നെയ്യാറ്റിൻകര ബോയ്സിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ടർഫ് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിനകത്ത് 14 വർഷം മുന്നെയാണ്. ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ടർഫ് വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് സ്കൂളിനകത്താണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടൊരു നമുക്കറിയാം, നമുക്ക് ഈ പുതിയ തലമുറ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കളിസ്ഥലങ്ങളുടെ ഒരു അപര്യാപ്തതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് മൾട്ടിപർപ്പസ്, ഇപ്പോൾ ഫുട്ബോൾ അതിനകത്ത് കളിക്കാം, വോളിബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, പിന്നെ മറ്റ് ഗെയിംസ് ഇനങ്ങൾ ബോൾ, ബാഡ്മിൻ്റൺ, ഷട്ടിൽ അടക്കമുള്ളത് കളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ടർഫ് കോർട്ട്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ നിലവാരത്തിൽ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ ടർഫ് കോർട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ച് കുട്ടികൾക്ക്, ഇപ്പോൾ സ്കൂൾ സമയത്ത് കുട്ടികൾക്ക് ഉപയോഗിക്കാം, അന്വേഷണ സ്കൂൾ PTAക്ക് വേണമെങ്കിൽ റെൻ്റ് അടിസ്ഥാനത്തിൽ പുറത്തുള്ളവർക്ക് കൊടുത്ത് സ്കൂൾ PTAക്ക് കൂടി ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അത് സ്കൂളിലത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു അല്ല. ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു പരാതി നമ്മുടെ ആശുപത്രിയെ പറ്റിയിട്ടാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ MLA വികസനമൊന്നും കൊണ്ടുവന്നില്ല എന്നൊരു പരാതി. എന്താണ് അഭിപ്രായം? 2016 ഞാൻ MLA വരുമ്പോൾ ആശുപത്രിയിലെ OPയുടെ നിരക്കൊന്ന് പരിശോധിക്കണം. 600 മുതൽ 900 വരെയാണ് OPയുടെ നിരക്ക്. അത്ര പേഷ്യൻ്റേ വരുള്ളൂ. അന്ന് പ്രസവ വാർഡ് അടച്ചു പൂട്ടിയിരുന്നു. പീഡിയാട്രിക് വാർഡിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യില്ല, കാരണം പീഡിയാട്രിക് ഡോക്ടർ പൂർണ്ണമായി ഇല്ലാത്തത്. ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും പ്രവർത്തന നിർജ്ജീവമായിരുന്നു. ലബോറട്ടറി ഉണ്ട് എന്ന് പറഞ്ഞാലും 80% ടെസ്റ്റ് പുറത്തു പോയി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു പരിതാപകരാവസ്ഥയായിരുന്നു. ആ കാര്യങ്ങളിലെല്ലാം തന്നെ സമ്പൂർണ്ണമായും മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ OPയിൽ വരുന്ന ശരാശരി രോഗികളുടെ എണ്ണം ചില ദിവസം 2,500 വരുന്നുണ്ട്. ശരാശരി 1,800-2,000 രോഗികൾ ഇന്ന് OPയിൽ വരുന്നു. 436 ബെഡുണ്ട് IP വിഭാഗം. അത് പൂർണ്ണമായും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യമാണ്. 10-30 വർഷം കൊണ്ട് ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും, പക്ഷെ നടപ്പാക്കില്ല. 2018 അതിനാവശ്യമായ ലൈസൻസ് തരപ്പെടുത്തിക്കൊണ്ട് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യം എത്തിയിട്ടുള്ളൂ. അതിനാവശ്യമായ എക്സ്പെൻസിനാവശ്യമായ പൈസ MLA ഫണ്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. 2 രാജീവ് ഗാന്ധി ബയോടെക്കിൻ്റെ ലാബ് അവിടെ നമുക്ക് ലഭിക്കും. ലാബിൻ്റെ പ്രവർത്തനം 24 hours ആക്കി. ഇന്ന് 95% ടെസ്റ്റുകൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സൗജന്യ നിരക്ക് IP വിഭാഗത്തിലോ OP വിഭാഗത്തിലോ മാത്രമല്ല പുറത്തുള്ള ആളുകൾക്ക് വന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലബോറട്ടറി സംവിധാനം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 അവിടെ പേവാർഡിൻ്റെ വലിയ പ്രശ്നമുണ്ട്. MLA ഫണ്ടിൽ നിന്ന് ഏകദേശം 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 3 നില പേവാർഡ് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറി. അത് എയർ കണ്ടീഷനും നോൺ AC ഉണ്ട്. 2 അവിടെ തന്നെ ഏകദേശം 13 കോടി രൂപയാണ് പുതിയ മന്ദിരത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചത്. പക്ഷെ നമ്മുടെ അവിടുത്തെ പ്രശ്നം എന്താണ്? ആശുപത്രിയിൽ ഇത്രയേറെ രോഗികൾ വരണമെങ്കിലും അതിനാവശ്യമായ സ്ഥലം ആശുപത്രിയില്ല. വളരെ വളരെ പ്രയാസമേറിയാണ്. അങ്ങനെ പാർക്കിംഗ് സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരു കാഷ്വാലിറ്റി വന്നാൽ പോലും ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത പ്രയാസം നേരിടുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയുടെ പുറകുവശത്ത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് 8.25 ഏക്കർ ഭൂമി അക്വസിഷൻ നടപടികളുടെ 80% നടപടികൾ പൂർത്തീകരിച്ചു. അതിനാവശ്യമായ ഫണ്ട് ഗവൺമെൻറ് നിർവഹിച്ചു. ആ പൈസ കിട്ടിയാൽ നമുക്ക്
ആശുപത്രിയിൽ നിന്നൊരു ബൈപ്പാസ് നോക്കിയിട്ട് നമുക്ക് പുതിയ മെഡിക്കൽ വാർഡ് വയ്ക്കാം. ഓക്കെ. ആശുപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമെന്നുള്ളത്. അതിന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. ആ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് നെയ്യാറ്റിൻകര ആശുപത്രി സ്ഥലമില്ല. അത് പെരുമ്പഴത്തൂർ സ്കൂളിലെ കെട്ടിടം MLA ഫണ്ടിൽ തന്നെ ഏകദേശം 2 കോടി രൂപ വിവിധ ഘട്ടങ്ങൾ കൊടുത്ത് നവീകരിച്ച് പുതിയൊരു ബ്ലോക്ക് കൂടെ നിർമ്മിച്ച് അവർക്ക് എയർ കണ്ടീഷൻ ചെയ്ത ഹാള്, അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് ഇന്ന് 3ാമത്തെ ടേം നഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം അവിടെ നന്നായി നടക്കുന്നു. ഈ 8.25 ഏക്കർ സ്ഥലം ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് കോളേജ് അടക്കമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഏകദേശം 1 ഡസനോളം വരുന്ന വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായി ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ ആ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയായി നെയ്യാറ്റിൻകര ആശുപത്രി മാറ്റുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഒരു ദിവസം 50 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഏക ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BPL കുടുംബങ്ങൾക്ക് 470 രൂപയും APLക്കാർക്ക് 670 രൂപയ്ക്കും സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യും. ഒരു ഷിഫ്റ്റ് കൂടെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആയാൽ ഒരു ദിവസം 75 രോഗികൾക്ക് ഡയാലിസിന് സൗകര്യം കൊടുക്കും. എന്നിട്ടും തോറ്റ എന്താണെന്നറിയാമോ? നെയ്യാറ്റിൻകരയുള്ള എനിക്കൊന്നും അറിയത്തില്ല. അതെ. അങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്ന കാര്യത്തിൽ, ഈ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. സ്കൂളുകൾക്ക് അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പറ്റിയിട്ടാണ്. സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ടർഫിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ നമുക്കറിയാം നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂളിൽ ഞാനടക്കം പഠിച്ചതാണ്. എൻ്റെ മകൻ പഠിച്ച സ്കൂളാണ്. അവിടെ 2016 മുമ്പുള്ള സ്ഥിതിയെ സംബന്ധിച്ച് നമ്മുടെ ന്യൂസ് മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതൊന്നുകൂടെ ആഡ് ചെയ്യട്ടെ. അവിടെയുള്ള UP സെക്ഷൻ, ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് ഞാൻ അവിടെ പഠിക്കുന്നത്. ഹയർ സെക്കൻഡറി മാത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ അന്ന് വാർത്ത ഒരു കെട്ടിടം. ബാക്കിയെല്ലാം ഓടിട്ടതാണ്. അതും പൊളിഞ്ഞ് വീഴാറായി നിന്നതാണ്. ഒരു മഴ പെയ്താൽ ചോരുന്നതാണ്. അവിടെ നിന്ന് ഇന്നതൊരു ഗവൺമെൻറ് സ്കൂളാണെന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കത്തില്ല. ഓക്കെ, പറഞ്ഞു. അല്ല, അതില് നമ്മൾ ആദ്യത്തെ സ്കൂളായിട്ട് സെലക്ട് ചെയ്തത് നെയ്യാറ്റിൻകര സ്കൂളായിരുന്നു. 5 കോടി രൂപ കിഡ്സി ഫണ്ടും 1 കോടി 20 ലക്ഷം MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഹയർ സെക്കൻഡറി ബ്ലോക്കും അമ്യൂണിറ്റി സെന്ററും പ്രവൃത്തി പൂർത്തീകരിച്ചു. ജില്ലയിൽ 2ാമത് പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കൂളാണ് നെയ്യാറ്റിൻകര സ്കൂൾ. അതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ, JBS സ്കൂൾ MLA ഫണ്ട് കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 2.25 കോടി രൂപയ്ക്കാണ് വിവിധ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. പെരുമ്പഴത്തൂർ സ്കൂൾ അതുപോലെ കെട്ടിടം. അപ്പോൾ ഈ മണ്ഡലത്തിൽ കെട്ടിട ആവശ്യമുള്ള എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും അവസാനം ഇപ്പോൾ തന്നെ നെയ്യാറ്റിൻകര ടൗൺ LPSന് 1 കോടി രൂപയുടെ കെട്ടിടം, ഐര സ്കൂളിന് 2 കോടി രൂപ, RI സ്കൂളിന് 1 കോടി രൂപ. ഇങ്ങനെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള പുതിയ മന്ദിരങ്ങൾ എല്ലാം ആയിട്ടുണ്ട്. ഏകദേശം 83 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടിടങ്ങൾക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ 10 വർഷക്കാലമായി വിനിയോഗിച്ചത്. പിന്നെ കുളത്തൂർ ഗവൺമെൻറ് കോളേജാണ്. യഥാർത്ഥ ഗവൺമെൻറ് കോളേജിന് ഇപ്പോൾ സ്വന്തമായി ഭൂമിയില്ല. അവിടെ ITA വിദ്യാഭ്യാസത്തെ ടെക്നിക്കൽ സ്കൂളിൻ്റെ സ്ഥലത്ത് എൻക്ലോസ് ചെയ്തിട്ടാണ് കോളേജ് സ്റ്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം. അതിന് 5 ഏക്കർ ഭൂമി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയും പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം പരമാവധി MLA രൂപത്തിലേക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ട ഫണ്ടുകൾ ലഭ്യമാക്കേണ്ട പ്രൈമറി സ്കൂളുകളിൽ 19 സ്കൂളുകളിലാണ് ഭരണകൂടാരം മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് സജ്ജീകരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി. എൻ്റെ ഇവിടെ മാരായമുട്ടത്താണ് പറയട്ടോ. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പണ്ട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ളത് ഈ ആഴ്ചയിലൊരിക്കൽ ബസ് വരും എന്നുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഇന്ന് ആക്ച്വലി റിഫ്ലക്റ്റർ അടക്കമുള്ള ഒരു ടോപ്പ് നോച്ച് റോഡാണ് നമ്മുടെ അവിടെ ഉള്ളത്. റോഡുകളുടെ പണി എങ്ങനെയായിരുന്നു നമ്മുടെ മണ്ഡലത്തിലുണ്ടായിരുന്നത്? 26 PW റോഡുകളാണ് ചെറുതുമലമായി നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഇപ്പോൾ പാറശാല മണ്ഡലത്തെ പോലെ വലിയ നീളം കൂടിയ റോഡുകളില്ല. ചെറിയ PW റോഡുകളാണ്. ആ PW റോഡുകളിൽ ചെങ്കൽ പഞ്ചായത്ത് വരുന്ന പാറശാല മണ്ഡലത്തിൽ കൂടി അതിന് പങ്കിടുന്ന കൊച്ചാമ പുതുക്കുളം റോഡും കൊച്ചാമ RU ടെമ്പിൾ റോഡും പ്ലാത്താങ്കരയിൽ നിന്ന് കുഴുക്കുന്ന് എത്തിച്ചേരുന്ന റോഡും, ഈ 3 റോഡുകൾക്ക് ഇപ്പോൾ 16.5 കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതും കൂടെ പണി പൂർത്തീകരിക്കുമ്പോൾ നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ റോഡും BNBC നിലവാരത്തിലേക്ക് മാറും. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് നെയ്യാറ്റിൻകരയിലെ റോഡുകൾ ഇപ്പോൾ മറ്റ് പലയിടത്തും അതങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ബിറ്റുമിൻ മക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ഏകദേശം എല്ലാ റോഡുകളും പണി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ ഉള്ളത് MLA സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് വന്നത്
ഈ ഗ്രാമീണ റോഡുകൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എടുക്കണം. ഈ ഏത് ചെറിയ റോഡ് പൊളിഞ്ഞാൽ അത് MLA ചെയ്യേണ്ടതാണ് എന്നുള്ള രൂപത്തിലേക്ക് ഒരു ദുർവ്യാഖ്യാനം നടത്തുകയും അതിനൊരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടായി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയും. അതെ ഈ ചെറിയ റോഡുകൾ എങ്കിൽ പോലും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷമായിട്ട് 20 കോടി രൂപ ഗ്രാമീണ റോഡിന് ഈ മണ്ഡലത്തിൽ കൊടുത്തു. ഇനി ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ് ഇത്. ഈ LDF സർക്കാരിനെതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് സ്വജനപക്ഷപാതം. നമ്മൾ കുറച്ചുകൂടെ അതൊന്ന് ഇൻറ്റൻസ് ആക്കാൻ പോവുകയാണ്. ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ഇപ്പം നമ്മളത് പറയാൻ പാടില്ല എങ്കിലും ഒരു കാസ്റ്റിൻ്റെ മെജോറിറ്റി ഓഫ് ആൾക്കാരുള്ള ഒരു ഇതാണ്. ആ കാസ്റ്റിനെ താങ്കൾ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു പരാതി പല ആളുകൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു മെസ്സേജ് ഭയങ്കരമായിട്ട് ഷെയർ ആയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. MLAക്ക് ജോലി കൊടുക്കാനുള്ള അവകാശമൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റോഡിയൻ അത് നിയന്ത്രിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം നെയ്യാറ്റിൻകര ആശുപത്രിയെല്ലാം ഇന്ന ജാതിയിൽപ്പെട്ടവരെ കൊണ്ട് നിറച്ചു എന്നൊരു വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ വാർത്ത പ്രചരിപ്പിക്കുന്നവർ കൃത്യമായി ഇത് പരിശോധിക്കും. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷം ജോലി ചെയ്യുന്നുണ്ട്. അത് പോയി കണക്കെടുക്കണം. എൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ അകന്ന ബന്ധുക്കൾക്കോ ഒരാൾക്ക് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്കിടയിൽ എനിക്കെതിരായിട്ടുള്ള പ്രതിഷേധം. അതായത് സ്വന്തം വീട്ടുകാർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തില്ല എന്നാണ് പരാതി, ബാക്കിയുള്ള നാട്ടുകാർക്ക് ഇയാളെ ബന്ധുക്കൾക്ക് ജോലി മേടിച്ചു കൊടുത്തു എന്നാണ് പരാതി. അത് ഏതെങ്കിലും ഒരു ബന്ധുവിനും ഏതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാസ്റ്റിന് കുറച്ച് പോപ്പുലേഷൻ കൂടിയൊരു പ്രദേശമായതുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ജോലിക്ക് കയറുന്നവർ സ്വാഭാവികമായി അതിനകത്തുണ്ടാവും. അത് അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ വളരെ ആസൂത്രിതമായി ഏതൊരു കേന്ദ്രത്തിൽ നിന്ന് MLAക്കെതിരെ മറ്റൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരാളിനെ തളർത്താനോ അടിക്കാനോ കിട്ടുന്നതാണ് ജാതി പറയുക എന്നുള്ളത്. 10-40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിയിട്ടില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെ ഏതെങ്കിലും ജാതിയുടെ പേരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിലേക്കൊരു സൗജന്യം ചെയ്തിട്ടില്ല. ആ ജാതിയിലുള്ളവർ പറയുന്നത് ആ ജാതിക്കാർക്കൊരു ഗുണവുമില്ല എന്നാണ് ആ ജാതിക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി വേണമെങ്കിൽ ശക്തി ജയിക്കട്ടെ എന്ന ചിന്തയോടുകൂടി വോട്ട് ചെയ്തവരും എതിരായി എന്നവരുണ്ട്. എനിക്ക് 3 ആളുകളെ നിർദ്ദേശിക്കുക. ഒന്ന് PA, 2 അഡീഷണൽ PAമാർ, അതിലൊരാൾ ഡ്രൈവറുടെ. ഈ കഴിഞ്ഞ 10 വർഷം 4 ആളുകൾ ആ ജോലി ചെയ്തിട്ടുണ്ട്. ആ 4 ആളുകൾക്ക് ഈ പറയുന്ന ജാതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ ജാതി ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല. അത് പരിശോധിക്കാം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഗതികേട് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം ജാതി പറയുക, ജാതി വെച്ചിട്ട് ഒരാളിനെ അഭിസംബോധന ചെയ്യുക, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യം, ഇതിനോടൊരു കമ്മ്യൂണിസ്റ്റുകാരന് നല്ല ഒരു മനുഷ്യനും താല്പര്യമുള്ള കാര്യമല്ല, ഒരു മലയാളിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ പർട്ടിക്കുലറായിട്ട് ഈ ജാതി പേര് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ ഒരു വലിയ ടാർഗറ്റിംഗ് നടന്നു. അതുകൊണ്ട് മാത്രം അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ്. ഇത് പറയുമ്പോൾ ഒരു ജാള്യതയുണ്ട്. പക്ഷെ അത് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ BJPയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം ഇത്തരം ഒരു പ്രചരണം നടത്തിയിരുന്നു. MLA സ്വന്തം ജാതിക്കാരെ മാത്രമേ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഒരു മോശപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ പ്രതികരിച്ചില്ല. കാരണം അങ്ങനെ ഒരാൾ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞത് ഏതടിസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇതിൻ്റെ തെളിവുകൾ കിട്ടിയെന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അങ്ങനെയുള്ളവർക്ക് ജാതിപരമായി ചിന്തിക്കുന്നവർക്ക് മറ്റുള്ളവരെയും ആ രൂപത്തിൽ കാണുന്നു എന്ന് അതാണ് പ്രശ്നം കരുതി ഞാൻ ആശ്വസിച്ചു. അതായത് BJPയിൽ ഒരാൾ അംഗത്വം എടുക്കുമ്പോൾ തന്നെ അയാൾക്ക് ഒരു മഞ്ഞപ്പിത്തം ബാധിക്കും. പിന്നെ അയാൾ കാണുന്നതിലെല്ലാം ഇങ്ങനെ ഓരോ വേർതിരിവുകൾ ഉണ്ടാവും. അതിനകത്ത് വന്നതാണ് അതിൽ MLAക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഇവിടെയുള്ള മനുഷ്യർ, വീണ്ടും പറയുന്നു, മനുഷ്യർക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല, അങ്ങനെ ഒന്നും പാലിക്കും തോന്നിയിട്ടില്ല. അപ്പം നമ്മുടെ പുതിയ MLA അദ്ദേഹം മുൻപ് നമുക്ക് സുപരിചിതനാണ്. ആള് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിനോട് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? അദ്ദേഹത്തിന് ആദ്യമായി ആശംസിക്കുകയാണ്. കാരണം നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം തുടങ്ങിവെച്ച ഈ മണ്ഡലം അഭിമുഖീകരിച്ചിരുന്ന സവിശേഷമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ആരോഗ്യരംഗത്തെ പ്രശ്നം, വിദ്യാഭ്യാസ മേഖല പ്രശ്നം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ സമ്പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മുന്നോട്ട് പോകുന്നതിന് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന തുടങ്ങിവെച്ചതും മധ്യഭാഗത്തെത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് ആ കാര്യങ്ങളിൽ നെയ്യാറ്റിൻകര ജനങ്ങളെ നന്നായി സേവിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഉണ്ട്. ആ കാര്യങ്ങളിൽ പൂർണ്ണമായും
അതിന് എല്ലാവിധ പിന്തുണയും നൽകും എന്ന് സൂചിപ്പിക്കും. തീർച്ചയായിട്ടും. നമ്മൾ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ ഒരു 10 കളി തുടർച്ചയായിട്ട് ജയിക്കുന്നു ക്രിക്കറ്റിൽ. 11ാമത്തെ കളി തോറ്റാൽ ഈ 10 കളി ജയിച്ചത് അവർ മറന്നിട്ട് 11ാമത്തെ കളി തോറ്റതിനെ പറ്റിയിട്ട് കളിയാക്കുകയും ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നിലവിൽ 10 വർഷം ഭരണത്തിലിരുന്ന MLA ആണെന്നും നോക്കാത്ത രീതിയിൽ പല രീതിയിലും കളിയാക്കലുകളും ട്രോളുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഈ 10 വർഷം തുടങ്ങി വെച്ച പല കാര്യങ്ങളും അതിൻ്റെയും തുടർച്ചയായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്ന് പലരും ചിന്തിക്കുന്നില്ല. ഇനിയും ഈ മണ്ഡലത്തിൽ താങ്കൾ ഉണ്ടാവണം, പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, നമുക്ക് മുമ്പോട്ട് തന്നെ പോകണം. മനുഷ്യരായിട്ട് തന്നെ കണ്ടുകൊണ്ട് മുമ്പോട്ട് നയിക്കാൻ പറ്റുന്ന താങ്കളെ പോലെയുള്ളവർ ഇനിയും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എനിവേ, സംസാരിച്ചതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് 30 രൂപയാണ് PR-ന് തന്നത്. 30,000 അല്ല, 30 രൂപ. സന്തോഷം. ഈ മണ്ഡലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് ജനങ്ങളെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി താങ്കൾ എടുത്ത എഫർട്ടിനെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും. ഇനി ഒരു കാര്യം കൂടെ, വെളുപ്പിക്കാൻ ഇറങ്ങിയേക്ക് വല്ലേടാ എന്ന് കമന്റ് ഇടാൻ വരെയല്ലേ? എന്ത് കാര്യത്തിന് ഇനി വെളുപ്പിച്ചിട്ട് തോറ്റില്ലേ? ഒന്ന് പോടെ. പോട്ടെ MLA.